ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയായും ടേസ്റ്റിയായും തയ്യാറാക്കാൻ പറ്റിയ മസാല മക്രോണിയാണ്. അപ്പോൾ നമ്മുടെ ഈ മസാല മക്രോണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മക്രോണി വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് വേണ്ട വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. മക്രോണിയെ കുക്ക് ചെയ്യുമ്പോൾ ഓവർ കുക്ക് ആവാൻ പാടില്ല. വെന്ത് കുഴഞ്ഞു പോയാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. പാസ്ത പല ടൈപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ചില പാസ്ത 7 തുടങ്ങി 10 മിനിറ്റ് വരെയൊക്കെ കുക്കിംഗ് ടൈം ഉണ്ടാകും. ഈ ഒരു ടൈപ്പിലുള്ളതാണെങ്കിൽ 4-5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ മക്രോണി കറക്റ്റ് പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയണം. കംപ്ലീറ്റ് വെള്ളവും ഊറ്റിക്കളഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. 1 പച്ചമുളക് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. സവാള അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മക്രോണി മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴായിരിക്കും മക്രോണി മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞെടുത്ത ബീൻസ്. ഇവിടെ ഞാൻ 5 ബീൻസാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ക്യാബേജ്, കോളിഫ്ലവർ, ഗ്രീൻ പീസ് ഇതെല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസ് ഒന്നും തന്നെ ഓവർ കുക്ക് ആവാൻ പാടില്ല. 3-4 മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മാത്രം മതിയാകും. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത സോസൊക്കെ നന്നായിട്ട് വഴറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ കുക്ക് ചെയ്ത് വച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മക്രോണി മസാലയിൽ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരിക്കൽ നമ്മൾ ഈ രീതിയിൽ മസാല മക്രോണി തയ്യാറാക്കി കഴിച്ചാൽ പിന്നെ ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി കഴിക്കുകയുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ മസാല മക്രോണി എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.